ഹായ്, ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നല്ല ഒരു പ്രഭാതം നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ നേമോനെ ഞാൻ ലൈവ് പറഞ്ഞപ്പോൾ വഴക്ക് പറഞ്ഞു. ഞാനിപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങുക. ഓക്കെ, സോറി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ സ്പീഡായി കയറിയോ? അപ്പോൾ അതായത് വിദ്യാർത്ഥികളുടെ വീക്ഷണത്തിനകത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ വീക്ഷണത്തിൽ അല്ലെങ്കിൽ ഇടപെടലിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? മനസ്സിലായ? മാറി വരുന്ന തലമുറയുടെ വീക്ഷണം എന്നുള്ള ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുക. എന്താണ് വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ? ഞാൻ വിചാരിച്ചു ഈ വളർന്നു വരുന്ന തലമുറ പൊട്ടന്മാരാണ്, ഇവർക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാന്നൊക്കെ വിചാരിച്ചു വന്ന ഞാന് കണ്ണു തെളിയിപ്പ് അല്ലെങ്കിൽ ഭയങ്കര അക്ഷരാർത്ഥത്തിൽ ഭയങ്കരമായി സർപ്രൈസ്ഡ് ആയിട്ട്. കാര്യം ഈ CJP എന്ന് പറയുന്ന ആ ഒരു പാർട്ടി വന്നപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇത് വന്നപ്പോൾ ഇത്രയും കുട്ടികൾ അവിടെ കൂടിയല്ലോ. അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴേ നമ്മള് സ്വാഭാവികമാണ്, നമ്മളൊരു അരാഷ്ട്രവാദ്യം നമ്മൾ കുട്ടികളുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. ക്യാമ്പസുകളിലല്ല കുട്ടികള് ഈ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരും അല്ലെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോഴും രാഷ്ട്രീയം. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ പ്രതിസന്ധി വരുമ്പോൾ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യുവജനത ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ സമരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. അത് പാർട്ടിക്ക് വലിയൊരു താക്കീതായി. ഒരു പാർട്ടിക്കല്ല, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. അതൊക്കെ നമുക്കൊക്കെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ, അടി ഏറ്റുവാങ്ങുന്ന അഹിംസയിലൂടെ അവര് അടിച്ചോളൂ എന്ന് പറഞ്ഞ് നിന്ന നിൽപ്പ്, അതൊക്കെ ഒരു ജനാധിപത്യത്തിനകത്ത് ചിലര് ചിലപ്പോൾ ഇതൊരു തമാശയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു 90% യുവാക്കൾ അടി ഏക്കുമ്പോൾ ഉണ്ടല്ലോ, അവരെ മാനസികമായും ശാരീരികമായും തളർത്തിയപ്പോൾ പോലും ഒരു സെക്കൻഡ് തളരാതെ നിർത്തിയത് അവരുടെ ആ ആത്മവീര്യമാണ്. മനസ്സിലാവുന്നു? എന്നാ അതിനകത്ത് അവരുടെ കാഴ്ചപ്പാടുകൾ കുറേ പോയിന്റുകളുണ്ട്, ഞാൻ പറയാം. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ പൊയ്ക്കോണം. ഒന്ന് ജനാധിപത്യ ബോധമാണ്. മനസ്സിലാവുന്നു? ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നതാണ് ജനാധിപത്യം. മനസ്സിലാവുന്നു? അപ്പൊ ഇന്നത്തെ വിദ്യാർത്ഥികൾ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മൗനരായിരിക്കില്ല. പോയിന്റ് അല്ലേ? അതല്ലേ അതിനകത്ത് തോന്നേ? അവർ ജനാധിപത്യത്തിൽ സജീവമായി ഇടപെടുന്നവരാണ് എന്ന് തെളിയിച്ചു. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞ പ്രതിഷേധത്തിന്റെ ധ്വനി. അവർ പ്രതിഷേധിച്ചോ? ഉറപ്പായും പ്രതിഷേധിച്ചു. എങ്ങനെയായിരുന്നു? അവർ അവകാശങ്ങൾ എന്താ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ? എന്താ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ? അനീതിക്കെതിരെയുള്ള ചോദ്യം ചെയ്യലാണ് പ്രതിഷേധം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിനവരെങ്ങനെ പ്രതിഷേധിച്ചു? അവരുടെ അവകാശം അവർ പ്രതിഷേധിക്കാനുള്ള ഒരു മാർഗമാണെന്ത്? അവര് പ്രതിഷേധിക്കാനുള്ള ഒരു മാർഗം, ഒരു മാറ്റത്തിന്റെ ഉപാധി അവർ കണ്ടെത്തി. മനസ്സിലാവുന്നു? അത് സത്യാഗ്രഹത്തെ പോലെയുള്ള, അഹിംസയെ പോലെയുള്ള, അടി വാങ്ങിച്ചുകൊണ്ട് സമരം ചെയ്യുന്നതിന് വേറൊരു ലെവലാ. ഒരാളെ നമ്മൾ എതിർക്കുമ്പോൾ അടിച്ചു കൊന്ന അവ എതിർത്തിട്ടാന്ന് പറയും. നിശബ്ദനായി നിന്നുകൊണ്ട് അവൻ അതിനെ ഏൽക്കുമ്പോ ഉണ്ടല്ലോ, അത് വലിയ ജനകീയ ശക്തിയായി മാറും. ആ ഒരു മരണം എന്ന് പറയുന്നത് വലിയ മരണോ. മനസ്സിലാവും? ആ ഒരു അടി എന്ന് പറയുന്നത് വലിയ അടിയാ ഏൽക്കുന്നത്. മനസ്സിലാവുന്നു? പിന്നെന്ന് പറഞ്ഞാൽ ഇവർ ഷോ ചെയ്ത ഈ സമരത്തിലൂടെ എന്താ ചെയ്ത്? വിദ്യാർത്ഥികളുടെ ശക്തി. അപ്പം നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ കാലഘട്ടത്തിൽ, ഞാനിപ്പോ എന്തായിരുന്നു നിങ്ങളുടെ ചോദ്യം ചോദിച്ചത്, ഇന്ന് മാറി വരുന്ന യുവതലമുറയെ പറ്റിയാണ്. ഒന്ന്, അന്നൊരു കാലഘട്ടത്തിൽ ചുരുക്കം ചിലരാണ് സ്വാതന്ത്ര്യ സമരത്തിൽ വിദ്യാർത്ഥികൾ ഭാഗമായത്. കാരണം എന്താ? ഇവരെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇന്നവർ ചാനലും വാട്സപ്പുകളും ഫേസ്ബുക്കും എല്ലാം വന്നതോടുകൂടി ഇവർ പെട്ടെന്ന് ഓർഗനൈസ് ചെയ്യാം. അപ്പൊ എന്തോ പറയുന്നത്? വിദ്യാർത്ഥികളുടെ ശക്തി വലുതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു. വിദ്യാർത്ഥി ശക്തി. മനസ്സിലായോ? സമൂഹത്തിന്റെ മാറ്റത്തിന് വിദ്യാർത്ഥികളുടെ ശക്തി. നമ്മൾ ഒന്നുകിൽ വിദ്യാഭ്യാസത്തിലൂടെ നയം മാറ്റിയെടുക്കും. ഇപ്പൊ NEP-യിലൂടെ വന്ന് കൊണ്ടുവരുന്ന കോഴ്സുകൾ നമുക്ക് അനിവാര്യമാണോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണോ, ഈ സമൂഹത്തിന് ഗുണകരമാണോ എന്നുള്ള ചോദ്യം ഇവർ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഇതല്ല പഠിക്കേണ്ടത്, ഞങ്ങൾ ഡേറ്റാ സയൻസ് പഠിക്കണം, AI പഠിക്കണം, റോബോട്ടിക് പഠിക്കണം, മെക്കട്രോണിക്സ് പഠിക്കണം എന്നൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്ന കോഴ്സുകൾ വി ആർ റെഡി ടു സ്റ്റഡി, ബട്ട് ദാറ്റ് ഷുഡ് ബി ദ ഇന്നോവേറ്റീവ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഴയത് പഠിപ്പിച്ചാൽ ഒക്കത്തില്ല. മനസ്സിലാവുന്നോ? ആ ആശയങ്ങൾ വെച്ചിട്ട്. അപ്പം വിദ്യാർത്ഥികളുടെ ശക്തി എന്താന്ന് സമൂഹത്തെ ഇത് കാണിച്ചു. മനസ്സിലാവുന്നോ? വിദ്യാർത്ഥികൾ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നവരാണെന്ന്. പിന്നെ അവകാശബോധം. റൈറ്റ്. മനസ്സിലാവുന്നോ? അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ്
സ്വാതന്ത്ര്യം, അതെ, അവകാശം സംരക്ഷിക്കപ്പെടുന്നതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആണോ? അതെ, ശരിയാണ്. നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് വോക്ക്, ഫ്രീഡം, അങ്ങനെ എന്ത് ചെയ്യാനുമുള്ള അവകാശം കിട്ടും. ദാറ്റ് ഈസ് മീൻ വാട്ട്? അവരുടെ ലിബർട്ടി. അതാണ് സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ്, ഫ്രീഡം എന്ന് പറയുന്നത് അതാണ്. മനസ്സിലാവുന്നു? ഇതവർ തിരിച്ചറിഞ്ഞു. മനസ്സിലാവുന്നു? കുട്ടികൾ എന്താ മനസ്സിലായി? അവകാശത്തെ പറ്റി ബോധവാന്മാരായ കുട്ടികൾ എന്നുള്ളത് മനസ്സിലായോ? അപ്പം കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവരുടെ അവകാശത്തെ പറ്റിയും അവകാശ ബോധത്തെയും പറ്റി അവർക്ക് വ്യക്തമായ അറിവുള്ളവരാണ്. ഇനിയെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരാണ്. എന്താണ് ഇപ്പം ഇനി വരുന്ന കുട്ടികൾ? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അവരമ്മയോടും, അതിന് ഉദാഹരണം കഴിഞ്ഞ ദിവസം ഒരു മിനിസ്റ്ററുടെ മോള്, MP-യുടെ മോൾ എന്താ പറഞ്ഞു? നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ ശരിയായ തീരുമാനമെന്ന് അന്നേരം ആ MP പറഞ്ഞത് മാറ്റണം. അന്നേരം അവള് പറഞ്ഞത് ഇതെന്റെ അഭിപ്രായമാണ്. മനസ്സിലായോ? തങ്ങളുടെ അപ്പന് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്ന് തോന്നിയാൽ പോലും അവരടിയുറച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു സമൂഹമാണ് ഇനി വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം. മനസ്സിലായോ? അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള കുട്ടികൾ അവരതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ പറയുന്നില്ലേ, നേഹയുടെ അഭിപ്രായം പറയും, നീയുടെ അഭിപ്രായം പറയും. പക്ഷെ നമ്മൾ മനസ്സിലാവുന്നു, ഇത് എന്തുകൊണ്ട് ആ കുട്ടികൾക്ക് അഭിപ്രായം പറയാൻ പറ്റിയത്? അവർ അരാഷ്ട്രീയവാദികളല്ല, അവർ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. മനസ്സിലാവുന്നു? അത്തരത്തിൽ നിങ്ങൾ പഠനം നടത്തിക്കൊണ്ട് വേണം പറയാൻ. മനസ്സിലായോ? എന്നാലും ആ കുട്ടികളുടെ അഭിപ്രായത്തിന് എന്തോ ഇത് ആ ഒരു വിലയുണ്ട്. മനസ്സിലായോ? അപ്പം അപ്പൊ ഇന്നത്തെ കുട്ടികളുടെ വേറൊരു പ്രത്യേകത എന്തോ പറഞ്ഞേ? ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞേ? അവർ അരാഷ്ട്രീയവാദികളല്ല. അവർക്ക് അവരുടെ എന്തോ അഭിപ്രായമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്തായി മാറും? സമരമായി മാറും. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഖണ്ഡിക്കപ്പെടുമ്പോ ജേക്കബ് അച്ചായ കേട്ടോ, അവരെന്തോ ചെയ്യും? അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ, സ്വാതന്ത്ര്യമില്ലാതെ വരുമ്പോൾ, അവരുടെ ജനാധിപത്യം തകരുന്നു തോന്നുമ്പോൾ അവരെന്തത്തിലേക്ക് നീങ്ങും? സമരത്തിലേക്ക് പോകും. സമരം എപ്പോഴും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അതായത് ഒരു വിദ്യാർത്ഥി സമരം ചെയ്യുവാണെങ്കിൽ വിദ്യാർത്ഥിയുടെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കത്തില്ല, ആ സമൂഹത്തിന്റെ ആവശ്യമാണ്. KSU പ്രസ്ഥാനം ഉടലെടുത്ത് വന്നത് ഒരെണ്ണ സമരത്തിലൂടെയാണ്. അപ്പം വിദ്യാർത്ഥികളുടെ എന്തോ കൂട്ടുന്നു, കൺസെഷൻ കൂട്ടുന്നതിനെതിരെയാണ് ആ സമരം വന്നത്. ആ സമരമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തെ തുരത്തി ഓടിച്ചത്. മനസ്സിലാവുന്നു? സമരങ്ങൾ ഇപ്പോൾ തന്നെ BJP-യുടെ അഹങ്കാരത്തിന് ഏറ്റവും വലിയ അടി കിട്ടിയ സമരമാണ് എന്തോന്ന് പറയുന്നത്, ഈ സമരം എന്ന് പറയുന്നത്. കാരണം എന്താ? വിദ്യാർത്ഥികളുടെ സമരം വ്യക്തമായ ആശയത്തിന്റെ പേരിലാണ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതോടൊപ്പം തന്നെ ഇവരുടെ സമരത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. സമരത്തിന് ഐക്യമുണ്ടാവും. ഇവർ ആരാണോ ഒരാൾ പറയുന്ന കാര്യങ്ങള്, ഇവരെല്ലാവരും ഒരു പർട്ടിക്കുലർ ആശയത്തിന്റെ പേരിലാണ് വരുന്നത്. എന്തിന്റെ പേരില? അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും എന്താണ്? അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. അവർ വന്നത് എന്തിനാണോ ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന്. ഇതിനകത്തുനിന്ന് പുറത്തൊന്നും ഒരുത്തം വന്ന് കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് RSS അതിനിടയ്ക്ക് വന്ന് കയറിയപ്പോൾ അടിയും കൊടുത്തു പറഞ്ഞു. മനസ്സിലായോ? ഇവരുടെ ലക്ഷ്യം ഒന്നാണ്. മനസ്സിലായോ? ഐക്യമുണ്ട്. ഐക്യമെന്ന് പറയുമ്പോൾ എന്തോന്നറിയോ? മതമോ ഭാഷയോ വർണ്ണമോ ജാതിയോ. ഇവർ ഏത് ജാതിയാണെന്ന് അമ്മർക്കറിയായിരുന്നു? അമ്മരോട് പേര് ചോദിച്ചാൽ അമ്മര് പറയും എന്റെ പേര് ദീപക് മുഹമ്മദ് ഫ്രാൻസിസ് എന്ന് കേട്ടാളെ. പേര് മാറ്റാ. ഒരുത്തിനോട് ചോദിച്ചാൽ പറയാം ദീപക് മുഹമ്മദ് ഫ്രാൻസിസ്, മൊത്തം പേര് പിടിച്ചു. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധൻ അള്ള യേശു എന്നൊക്കെ അമ്മര് പറഞ്ഞാളെ. ഇവന്മാര് ചിരിപ്പിച്ചോണ്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇവന്മാരെ അങ്ങ് പൊട്ടന്മാരാക്കും കേട്ടോ. ഗോദി മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മര് ചാനലുകാരന്മാരെല്ലാം പേടിച്ച്. ആദ്യമായിട്ട് ചാനലുകാർക്ക് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ദ പാർട്ട് ഓഫ് എ ഡെമോക്രസി. ഫോർത്ത് എസ്റ്റേറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളാണ്, മീഡിയ വിളിക്കുന്ന പേരാ. മനസ്സിലായോ? അപ്പം നമ്മൾ 3 നമുക്കറിയാം. നിയമസഭ, രാജ്യസഭ, നിയമനിർമ്മാണം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ദെൻ വരുന്നതാണ് എന്തോന്ന് പറയുന്നത്, 4ാമത് വരുന്നതാണ് എന്തോന്ന് പറയുന്നത്, മീഡിയ എന്ന് പറയുന്നത്. യവന്മാര് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നവന്മാരാ. ഇവന്മാര് കള്ളപ്രചരണം നടത്തും. അതാണ് ഇപ്പൊ മോദി 12 വർഷമായിട്ട് ഇരിക്കാൻ കാരണം. പക്ഷെ കേരളത്തിൽ നിന്നുള്ള എല്ലാവരെയും അവന്മാർ അംഗീകരിച്ചു, പുകഴ്ത്തി. കാരണം എന്താ? കേരളത്തിൽ നിന്നൊന്നും ഒറ്റ മീഡിയ അവന്മാരെ എതിർത്തില്ല. കാരണം എന്താ?
അവർ ജെനുവിനായിട്ടാണ് പറയുക. എല്ലാം ഇവിടെ കള്ളമൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇവിടെ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് എല്ലാ കള്ളവും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ അവിടെ ചെന്ന് ഹാഷിമിന്റെ മൂട്ടി അവന്മാർ പടക്കം വെക്കും പൊട്ടത്തരം പറഞ്ഞ. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? അപ്പൊ എന്താ പറയുക നമ്മൾ പറഞ്ഞേ ഇവന്മാർക്ക് ഇപ്പൊ മീഡിയകള്. അപ്പം ഇതെന്ന് പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞ പപ്പ പറഞ്ഞു എന്തോ ഐക്യത്തിന് വേണ്ടിയാണ്. മനസ്സിലായോ? ഇവന്മാരെന്ത് ഐക്യത്തിന് വേണ്ടി അന്ന് പറഞ്ഞു ഇവന്മാർ ഒരു പ്രതിരോധം സൃഷ്ടിച്ചു. പിന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ സമരം നീതിക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു. വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാട് എന്തിനു വേണ്ടിയാണ്? അവർക്ക് നീതിക്ക് വേണ്ടിയാണ്. നീതിക്ക് വേണ്ടി എങ്ങനെ അറ്റം വരെ പോകും. അപ്പൊ ചിലർ ചോദിക്കും അവന്മാർ നീതി നടത്തിയാന്നോ ചിലരെ അടിച്ചെന്ന് പറഞ്ഞു. സമരം ചെയ്യുമ്പോൾ നീതിക്ക് വേണ്ടി കൃഷ്ണ ഭഗവാൻ അർജുനനെ ഉപദേശിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊലപാതകങ്ങൾ ഉണ്ടാവും. നീതി വിജയിച്ചേ പറ്റൂ. രാജ്യത്ത് നീതി നടപ്പിലാക്കിയേ പറ്റൂ. 12 വർഷമായി ജനങ്ങളുടെ സ്വാതന്ത്ര്യം വരെ നഷ്ടപ്പെട്ടു പോയി. അത് യഥാർത്ഥത്തിൽ BJP-ക്കാർക്കും അറിയാം. പക്ഷെ അവരത് അംഗീകരിക്കില്ല. മനസ്സിലായോ? ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമത്വം ഉണ്ടാവും. സമത്വത്തെ പറ്റി വ്യക്തമായ ഒരു ധാരണ മനസ്സിലാവുന്നു. സമത്വം എന്തോത്തിനകത്തുള്ള സമത്വം? ലിംഗസമത്വം, ജാതി സമത്വം, മതസമത്വം, ഇതെല്ലാം ഈ സമരത്തിൽ ഉണ്ടായിരുന്നു. ഇതിനകത്തൊന്നും യമാർ എന്ത് ചെയ്യത്തില്ല, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവത്തില്ല. പക്ഷെ അവരെന്തോ ഉയർത്തിപ്പിടിച്ചോണ്ടാ സമരം ചെയ്തേ? എന്തോ ഉയർത്തി? യെസ്, ഭരണഘടന. അവർ സമരം ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭരണഘടനയുടെ റൈറ്റ്സ്, ഭരണഘടന വിഭാവനം ചെയ്യുന്ന റൈറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നതെന്ന് അവർ അടിയുറച്ച് പറഞ്ഞു. ഐഡിയ കിട്ടിയോ? ഭരണഘടന. അവരെന്ത് ചെയ്തു? സംവാദങ്ങൾ നടത്തിയോ? എല്ലാം അടികൂടുകയല്ലേ. നരേന്ദ്രമോദി എന്താ ജനം എതിർക്കുന്ന? ഇപ്പൊ സംവാദമില്ല, ജനങ്ങളോട് സംസാരിക്കുന്നില്ല, ജനങ്ങളോട് പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരമെന്ന് പറയുന്നില്ല. ഐഡിയ മനസ്സിലായോ? പ്രശ്ന പരിഹാരത്തിന് ഏറ്റവും നല്ല വഴി എന്താ? സംസാരിച്ച് തീർക്കുക. സംവാദമാണ്. അല്ലാതെ ഭീരു എപ്പോഴും അടിയുണ്ടാക്കാൻ നോക്കും. മനസ്സിലായോ? സംവാദങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി ചർച്ച ചെയ്ത് തീർക്കണം. സംഘർഷങ്ങളെക്കാൾ ഏറ്റവും നല്ലത് ചർച്ചകളാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. ഐഡിയ കിട്ടിയോ? ഇനി നമ്മളൊരു സമരത്തിന് പോയി. ഈ അവകാശത്തോടൊപ്പം ഈ കൊച്ചുങ്ങൾ പഠിച്ചു വെച്ച്, ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുന്നൊരു സാധനമുണ്ട്. എന്തുവെന്നറിയാമോ? ഇത് ഒരു ഉത്തരവാദിത്വമാണ്. എൻ്റെ രാജ്യത്ത് ജനാധിപത്യം തകരുമ്പോൾ, മതേതരത്വം തകരുമ്പോൾ എൻ്റെ റൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്. എൻ്റെ ഉത്തരവാദിത്വമാണ് ഇത് സംരക്ഷിക്കുക, ഇത് നിജസ്ഥിതിയിലേക്ക് എത്തിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുക. റെസിലിയൻസ്. മനസ്സിലാവുന്നോ? ഇനിയെന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക മാറ്റത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഉടലെടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട്. മനസ്സിലാവുന്നോ? അതെന്ന് പറഞ്ഞാൽ മതത്തിന്റെ അധിഷ്ഠിതമായ വലിയ ചിന്താഗതികളാണ് തിരിഞ്ഞടങ്ങും. മനസ്സിലാവുന്നോ? ആ മതത്തിനടിസ്ഥാനപ്പെടുത്തിയ ആ ചിന്തകളിൽ നിന്ന് ഒരിക്കൽ രാജാറാം മോഹൻ റായ്, ഒരു സോഷ്യൽ റിഫോർമർ, ഫൈറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാ അദ്ദേഹം ഫൈറ്റ് ചെയ്തത്? എന്തിനു വേണ്ടിയാടേ? ഒരു ഭർത്താവ് മരിച്ച ഭാര്യ തീ ചാടണം, ഭാര്യ മരിച്ചാൽ തീ ഭർത്താവ് ചാടത്തുമില്ല. ആ സിസ്റ്റത്തിനെതിരെ, സ്ത്രീകളെ അപമാനിക്കുന്ന, ദുഷിക്കുന്ന രാഷ്ട്രീയ മതവിദ്വേഷത്തിന് സംസ്കാരിക വാല്യൂസിനെതിരെ അയാൾ സമരം ഉയർത്തി. അപ്പോൾ കൊച്ചുങ്ങളുടെ സമരം എപ്പോഴും എന്താണ്? ഒരു സാമൂഹിക മാറ്റത്തിന് വേണ്ടിയായിരിക്കും, നീതിക്ക് വേണ്ടിയായിരിക്കും. അതോടൊപ്പം തന്നെ ജനപങ്കാളിത്തമാണ് സമരത്തിന്റെ എന്തോന്ന് പറയുന്നത് ഏറ്റവും വലിയ ശക്തി. അതുപോലെ തന്നെ നല്ലൊരു ഭരണവും എങ്ങനെയായിരിക്കണം? ജനപങ്കാളിത്തമായിരിക്കണം. ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്. മനസ്സിലാവുന്നോ? ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്. ഇപ്പം തന്നെ നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ ആൾക്കാർ പറഞ്ഞു കേട്ടില്ലേ, അവര് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ മുഖ്യമന്ത്രി അവരെ മൈൻഡ് ചെയ്തില്ല. ഉറപ്പായിട്ടും അവരും വലിയ പ്രതീക്ഷയോടെ ജനങ്ങളെ ഉൾക്കൊള്ളണം. അല്ലാതെ വരുന്നവരെല്ലാം സ്വേച്ഛാധിപതികളായിട്ട് മാറ്റപ്പെട്ടു പോകും. മനസ്സിലാവുന്നോ? അപ്പൊ ഇത് ആരായാലും, ട്രംപിനൊക്കെ തന്നെ കണ്ടില്ലേ, ട്രംപിനൊക്കെ എന്നാ അടിയാ കിട്ടുന്നേ. ട്രംപ് ചിലപ്പം അമേരിക്കയിലെ പ്രസിഡന്റായിട്ട് ചിലപ്പം അവിടുത്തെ ഒരു വിദ്വേഷങ്ങളൊക്കെ പ്രചരിപ്പിച്ചുമൊക്കെ ആവാന്നിരിക്കും. പക്ഷെ ലോകത്തിന് മുന്നിൽ ട്രംപ് എന്ന് പറയുന്ന ആരായി മാറി? വേറെ സീറോ ആയി മാറി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേറൊരു സമരം എന്താണെന്ന് വെച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ്.
ആ അവകാശം ധ്വംസിക്കപ്പെടും. വിദ്യാഭ്യാസത്തിനകത്ത് കണവണാക്കി കയറ്റി വിട്ടാണ്ടല്ലേ. കേരളത്തിലൊക്കെ വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റം വരുത്താൻ ഇപ്പം BJP തന്ത്രപരമായി ക്യാമ്പസുകളെല്ലാം പിടിച്ചടക്കാൻ ശ്രമിക്കുന്നുണ്ട്, അധ്യാപകരെ കൊണ്ടും VC-മാരെ കൊണ്ടും. ഇവിടെ കാണാൻ വിദ്യാഭ്യാസം തകർത്താൻ തീർന്നുണ്ടല്ലേ, ഇവന്മാരെ കണ്ടം വഴി ഓടും. കാരണം ഇവിടെ വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുന്നുണ്ടല്ലേ ബർത്ത് റൈറ്റാ. മനസ്സിലാവുന്നോ? ഇവിടെ ഈ സംസ്ഥാനത്തെ തന്നെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. അതിനകത്തങ്ങനെ കയറി പിടിച്ചാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നമ്മൾ അത് ആലോചിച്ച് നോക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ സമരത്തിന് ധൈര്യമുണ്ട്. ഡു ഓർ ഡൈ എന്ന് കൃത്യമായി പറയും. ഒരുത്തം കണ്ടില്ലേ, പോലീസ് ലാത്തി വെച്ചിട്ട് ഒരു പെൺകൊച്ചിന്റെ ആസനത്തിൽ വീഴുന്നു, മാറ് തഴുകുന്നു. അവള് ആ പ്രതിഷേധം അത് കണ്ടുകൊണ്ടിരിക്കുന്നവന്മാർ അവനെ വിളിച്ചാൽ പഞ്ഞി കിട്ടും കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പം അവനെ നിലത്തെടുത്തിട്ട് അടിച്ച് പിന്നെ കൊടുത്തവൻ. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയുടെ അടുത്ത് നമുക്ക് പ്രണയിക്കാം, സ്നേഹിക്കാം. എങ്ങനെയാണ് ആ സ്ത്രീയുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ അവരുടെ ദേഹത്തോട്ട് ആ കൈ അടിച്ചൊടിച്ച് കളയണം. അപ്പം അടുത്ത എവരെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിന് ആക്കം കൂട്ടിയത് എന്തുകൊണ്ടാണ്? ഒരു ബോധവൽക്കരണം നടന്നു. നിങ്ങളൊരു ആശയം പറയുമ്പോൾ, വിദ്യാർത്ഥികളുടെ സമരത്തിനകത്തൊരു ആശയം പറയുമ്പോൾ ആ ആശയം എന്താണ്? മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുന്ന തരത്തിലേക്കുള്ളൊരു ബോധവൽക്കരണം നടത്താൻ കഴിയണം. അതാണ് വിദ്യാർത്ഥി സമരത്തിന്റെ തിരിച്ചറിയുന്നൊരു തലമുറ. ഞാൻ ഫോർ വാട്ട് ആം ഫൈറ്റിംഗ്, ആ ചോദ്യത്തിന്റെ മറുപടി വെച്ചാൽ അവന്മാർ ഫൈറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? പിന്നെ എക്കാലത്തും ഒരു സമരം വിജയിക്കുന്ന എന്തുകൊണ്ടാണ്? ജനകീയ ശക്തി കൊണ്ടാണ്. ജനങ്ങൾ അതുകൊണ്ടോ, കുട്ടികൾ അവിടെ സമരം ചെയ്യുമ്പോൾ മാതാപിതാക്കൾ ബാക്ക് ചെയ്യുന്നിട്ട് ചോറും ഉണ്ടായിക്കൊണ്ട് കൊടുക്കുക, കൊതികൾ വന്നങ്ങ് കൂടുക, സ്വിഗ്ഗി സൊമാറ്റോയിലൂടെ ചെന്ന് ഓർഡർ ചെയ്ത് മടുക്കുക, ഫുഡ് നിന്ന് പിള്ളേരെ. അന്നേരം ഇവന്മാർ പറയാം പാകിസ്ഥാനിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നും ഇവിടെ ഇരിക്കത്തില്ല. മനസ്സിലായോ? അതിന്റെ ലാസ്റ്റ് ഈ സമരത്തിന്റെ ഗുണം എന്തുവെന്ന് പറയാം, ഒരു നയ പരിഷ്കരണം ഉണ്ടാവും. ഈ യുവാക്കൾ ഒരു സമരത്തിന് ഇറങ്ങുമ്പോൾ അവർ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ടാക്കി വെക്കും. സമരത്തിന്റെ പരിണിത ഫലം ഇങ്ങനെ ആയിരിക്കണം. ഐഡിയ കിട്ടിയോ? അപ്പൊ ഇതാണ് ഞാനൊരു ഡിബേറ്റ് എന്ന് പറഞ്ഞ് എന്താണ്, നിങ്ങൾക്ക് മാറി വരുന്ന യുവാക്കളുടെ രാഷ്ട്രീയ വീക്ഷണം മനസ്സിലായോ? എന്താ മാറി വരുന്ന യുവാക്കളുടെ രാഷ്ട്രീയ വീക്ഷണം അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, യുവതലമുറയുടെ പ്രതിഷേധം എന്നൊക്കെ വരുന്ന ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ് അടിക്കാമോ? കണ്ടം വഴി ഓടിക്കാൻ CJPയും അഭിജിത്തും വേണ്ടി വന്നു. മുൻനിര രാഷ്ട്രീയക്കാരാ. പൊടാ പ്രകാശ്. അതൊന്നുമല്ല. സമരത്തിന്റെ ദിശ തന്നെ മാറ്റിയത് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ഭയങ്കര ഇതായിരുന്നു. അതുപോലെ തന്നെ SFI പിള്ളേരുടെ ഇടപെടൽ വലുതായിരുന്നു. മുൻനിര പിന്നെ കൊച്ചുങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടി കൊള്ളുമ്പോൾ ഉണ്ടല്ലോ, അതാണ് അവരുടെ പ്ലസ് പോയിന്റ്. ഇടയിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ കൊച്ചുങ്ങൾ അടിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോ എല്ലാവരും ഇറങ്ങി. രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഇറങ്ങി. മനസ്സിലാവുന്നോ? കണ്ടം വഴിയൊന്നും അങ്ങനൊന്നും ഓടത്തില്ല ഏട്ടാ. സ്വാതന്ത്ര്യം മേടിച്ചെന്നിട്ട് അവൻ പറയുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ നിർത്തുക.